പൊന്നു സോനു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. പറയാനുള്ള ആളെന്ത് ചെയ്യും? വാ സോനട്ടോ. അവനില്ലാതെ എന്താ ആഘോഷം? അവനവിടെ സൈക്കിൾ ഓട്ടുവാണ്. ഓടിവാ. സൈക്കിൾ ഓട്ടുമായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ അവൻ ഓടി വന്നാണ്. അപ്പം ഇന്നലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഇന്റർനെറ്റിന്റെ പിതാവ്. അത് രണ്ടുപേരും ഉത്തരം പറഞ്ഞു. ഒന്ന് ബിന്ദയും ഒന്ന് ഫേബയും. രണ്ടുപേർക്കും ക്ലാപ്പ്. അപ്പോൾ ഇന്നലത്തെ ചോദ്യം ഇന്റർനെറ്റിന്റെ പിതാവ് അത് ആരൊക്കെയായിരുന്നു? ബോബ് ഖാനും. അത് ബോബ് ഖാന്, വിൻഡർ സർഫ് രണ്ടുപേരാണ് അതിനകത്ത് പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. വിൻഡർ സർഫ് പറഞ്ഞവർക്കും ക്ലാപ്പ്. ബോബ് ഖാനും ഉണ്ട്. അവർ രണ്ടുപേരുമാണ് അതിൻ്റെ പിതാക്കന്മാരെന്ന്, ഇന്റർനെറ്റിന്റെ പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. അതിലിപ്പോൾ ഒരു ഓട്ടോ പോയി, അതാണ് ഈ സൗണ്ട്. അയ്യോ ആണോ? ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഐ ഓ. ശരിയാണ്, സോനുടെ കറക്റ്റാണ് വന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ചളി ക്വസ്റ്റ്യൻ ആണ്. സോനുണ്ട് ചോദിച്ചാലോ? ഒരാൾക്ക് കുളിക്കണം, അയാളുടെ കയ്യിൽ പായസം മാത്രമേ ഉള്ളൂ. പായസം ഉള്ളൂ. അയാൾ എങ്ങനെ കുളിക്കും? എങ്ങനെ കുളിക്കും? പായസവും ഉപ്പും ഉണ്ട്. പായസവും ഉപ്പും ഉണ്ട്. ഒന്നൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരാൾക്ക് കുളിക്കണം, അയാളുടെ കയ്യിൽ പായസവും ഉപ്പും ഉണ്ട്. അയാൾ എങ്ങനെ കുളിക്കും? ചളി ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ആ പായസത്തിന്റെ അകത്ത് ഉപ്പിടുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതൊരു കുളമാവും. എന്നിട്ട് ആ കെമിക്കൽ റിയാക്ഷനിലോട്ട് ചാടി അവൻ കുളിച്ചിട്ട് അങ്ങനെ അത് കുളിച്ച് കയറി വരും. ഇതൊരു ചളി ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഇതൊക്കെ പിള്ളേർക്ക് ചോദിച്ചു കഴിയുമ്പോൾ അവരെ ഉത്തരം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ അല്ല. അസോനോട്ടെ പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റിൽ ഒന്നും കൂടി ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഗ്യമിപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന നഗരം. ഭാഗ്യമിപ്പോൾ ലക്നൗ. കറക്റ്റാണ്. അടുത്തത്, മീൻ പിടിക്കാൻ പറ്റാത്ത വല. എന്താണ് സോനുട്ടാ? കവല. അത് ഞാൻ നേരത്തെ സോനോട് ചോദിച്ചിട്ടുണ്ട്, അതാണ് പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞാൽ. അത് ഇവന് അറിയാൻ ചാൻസ് ഇല്ല, കാരണം എല്ലാം ഇപ്പം ജംഗ്ഷൻ എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കവല എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ ചാൻസ് കുറവാണ്. പണ്ടൊക്കെ കവലകളിലൊക്കെ ഇരുന്ന്, പണ്ടൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് പിന്നെ കവല ഇരുന്നായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്നതും. അവിടെ ഇരുന്നായിരുന്നു, കവലയിൽ ഇരുന്നായിരുന്നു. അപ്പം ഇപ്പം ആണെങ്കിൽ സോനുട്ടോ, എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു സോനുട്ടാ. ഈ ഇലക്ഷൻ്റെയൊക്കെ ഈ വണ്ടി ജീപ്പ് ഇതിലെ കൂടെ പോയപ്പോഴേ, ഇലക്ഷൻ്റെ വണ്ടി ഇപ്പം പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇച്ചിരി കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തത്. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരുമല്ലോ, പാട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ സോനുടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുമായിരുന്നു? പണ്ടൊക്കെ ഇലക്ഷൻ്റെ ഒക്കെ വണ്ടി ഇങ്ങനെ പോയപ്പോൾ എനിക്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ വണ്ടി ഇങ്ങനെ പോയപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മ വന്നു. എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഇതുപോലെ ജീപ്പയിൽ ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ജീപ്പയിൽ ഇതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. പിന്നെ എന്തെങ്കിലും സർക്കസ്, പിന്നെ എന്തെങ്കിലും മേള, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജംഗ്ഷനിൽ വരുമ്പോൾ നമ്മളെ അറിയിക്കുന്നത് ജീപ്പയിൽ ഇതുപോലെ പിന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. അന്നേരം അവരുടെ കയ്യിൽ നോട്ടീസ് ഉണ്ടായിരിക്കും. ഇന്ന് ഈ ഇലക്ഷൻ്റെ ഈ വണ്ടി പോയപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തു, മോനെ പണ്ടിങ്ങനെ ആയിരുന്നു. അപ്പോൾ നോട്ടീസ് അവരുടെ കയ്യിൽ കാണും. സ്ഥാനാർത്ഥി പ്രചാരണത്തിനായിരുന്നെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും നോട്ടീസ് കാണും. അപ്പോൾ ഈ ആൾക്കാർ നിൽക്കുന്നത് കാണുമ്പോൾ അവർ ആ ജീപ്പയിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ വെളിയിലോട്ട് ഇങ്ങനെ പറത്തിയിട്ട് കൊടുക്കും. അപ്പം ഞങ്ങളൊക്കെ അത് ഈ ഇലക്ഷൻ്റെയൊക്കെ ഇതുപോലത്തെ ഇങ്ങനെ സൗണ്ട് ജീപ്പയിൽ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എവിടെ ആയാലും ഞങ്ങൾ ഓടി ചെന്ന് റോഡിൽ ഇറങ്ങി നിൽക്കും.
റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവരിങ്ങനെ പറത്തിയിട്ട് വരും. ഞങ്ങൾ ഓടിപ്പോയി ആ നോട്ടീസ് പറക്കിക്കൊണ്ട് വന്നിട്ട് ഒന്നെങ്കിൽ എഴുതി പഠിക്കും, അല്ലെങ്കിൽ പ്ലെയിൻ ഉണ്ടാക്കി കളിക്കും, അല്ലെങ്കിൽ വള്ളം ഉണ്ടാക്കും. ഇപ്പം ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാം അങ്ങനെ അറിയിച്ചോളുമല്ല. പണ്ടൊക്കെ അങ്ങനെ അറിയിക്കുന്നുണ്ടായിരുന്നു, നോട്ടീസൊക്കെ അങ്ങനെ അറിഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിലെ കൂടി പോയപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. നിങ്ങൾക്ക് ആ ഒരു ഈ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം പണ്ടത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെള്ളത്തിൽ അലിയുന്ന പൂ. വെള്ളത്തിൽ അലിയുന്ന പൂ. ഷാമ്പു. കറക്റ്റ് ഉത്തരവാണ്. സോനു അറിയാതെ പറഞ്ഞതോന്നില്ലയോ? അബദ്ധം പറ്റി പറഞ്ഞതാന്നോ? പിന്നെ അടുത്തത്, പറയുമ്പോൾ നിറമുണ്ട്, കാണുമ്പോൾ നിറമില്ല. എന്താണ്? പറയുമ്പോൾ നിറമുണ്ട്, പക്ഷെ കാണുമ്പോൾ അതിന് നിറമില്ല. അതെന്താണ് പറയുന്നത്? പച്ചവെള്ളം. അതെ, പറയുമ്പോൾ പച്ചവെള്ളം എന്ന് പറയുമ്പോൾ കാണുമ്പോൾ അതിന് നിറമില്ല. പച്ചവെള്ളം കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന്, എന്തിന് വന്നു എന്ന് വിളിച്ചു പറയുന്ന നഗരം. എന്തിനു വന്നു എന്ന് പറയുന്ന നഗരം. എന്തിനു വന്നു? അതിന് ഇംഗ്ലീഷ് എന്ന് ഓർത്ത് നോക്കിയാൽ ചിലപ്പം കിട്ടും. എന്തിനു എന്നുള്ളതിന് ഇംഗ്ലീഷ് പറ. എന്തിനു എന്നുള്ളതിന് ഇംഗ്ലീഷ് പറ. വന്നു എന്നുള്ളതിന് ഇംഗ്ലീഷ് പറഞ്ഞു. അല്ല, ഇംഗ്ലീഷ് പറ വന്നു എന്നുള്ളതിന്. അപ്പൊ വൈക്കം. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, വൈക്കം, കേട്ടോ. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്നലത്തെ ഉത്തരം എല്ലാവരും പറഞ്ഞു, അത് എല്ലാവർക്കും ഒരു ക്ലാപ്പ് ഒന്നുകൂടെ തരുന്നു. പിന്നെ ഇന്നത്തെ ചോദ്യം ഞാൻ സോനോട് ചോദിച്ചതായിരുന്നു, സോനു പറഞ്ഞില്ല. അതപ്പം നിങ്ങൾക്കുള്ളതാണ്. ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ. പോക്കറ്റടിക്കാരൻ കുസൃതി ചോദ്യമാണ്. ആരാ? അയ്യോ, സോനു പറഞ്ഞു തയ്യൽക്കാരൻ. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതല്ല. അപ്പം നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേറെ പറയാം. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ സോനൂട്ടൻ പറഞ്ഞത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വെട്ടും തോറും നീളം കൂടുന്നത്. വെട്ടും തോറും നീളം കൂടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്താ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ട ഉടനെ വരാം. ബൈ ബൈ.